UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള PV അൻവറിന്റെ പ്രസ്താവനയിൽ കോൺഗ്രസ് അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതിലേക്കാണ്. അൻവറിന്റെ പ്രസ്താവന ലളിതമായി കാണുന്നില്ല എന്ന് വർക്കിംഗ് പ്രസിഡന്റ് അനിൽകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. UDF പ്രവേശനം കാത്തു നിൽക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചുള്ള അൻവറിന്റെ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും അനിൽകുമാർ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. അതിനെ ലളിതമായിട്ടല്ല കണ്ടു എന്നല്ല ഞാൻ അതാ പറഞ്ഞു, അദ്ദേഹം അത് ഒഴിവാക്കേണ്ടതായിരുന്നു. UDFിലേക്ക് അദ്ദേഹം വരണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി അദ്ദേഹം നേതാക്കളെ കാണുന്നു. അതേസമയം UDFിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അത് ആ സ്ഥാനാർത്ഥിക്കെതിരായി പറയുന്നു. ആ പറയുന്ന കാര്യങ്ങളാണെങ്കിലോ യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒരു ശരിയായ നടപടിയായില്ല. ഞാൻ അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ശാന്തകുമാർ വെള്ളാട്ടുണ്ട്. ശാന്തകുമാർ, ഈ അനിൽകുമാർ പറഞ്ഞത് തന്നെയാണ് ശരി. കാരണം ഒരു പാർട്ടി മുന്നണി പ്രവേശനത്തിന് കാത്തു നിൽക്കുന്നയാൾ ആ മുന്നണി പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഗുരുതരം എന്ന് വെച്ചാൽ അത്രയേറെ ഗുരുതരമായ ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയാണ്. അത് തീർത്തും അനുചിതം തന്നെയാണ്. അനിൽകുമാറിന്റെ വാക്കുകൾ എങ്ങനെയാണ്? ഈ 2 ദിവസം സാവകാശമൊക്കെ അൻവർ ചോദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയിലേക്ക് അൻവർ മടങ്ങി വരുമെന്ന് സണ്ണി ജോസഫിന്റെ പ്രതികരണം നിലനിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ സേതു, PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ PV അൻവർ UDFുമായി സഹകരിച്ചു പോകുന്നത് അത്ര എളുപ്പമാവില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അദ്ദേഹം അത് പരിപൂർണമായി തള്ളുന്നു. അത് അദ്ദേഹത്തിൻ്റെ മാത്രം വാക്കായിട്ട് കാണാൻ കഴിയുന്നതല്ല, അത് കോൺഗ്രസിൻ്റെ ഒരു പൊതു വികാരമായി തന്നെ കാണേണ്ടതാണ്. കാരണം PV അൻവർ UDFിൻ്റെ ഭാഗമല്ല. UDFിലേക്ക് വരുന്നതിനെക്കുറിച്ച് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഒരു മുന്നണി, ഒരു ഘടകകക്ഷി എന്നുള്ള രീതിയിൽ മാത്രമാണ് കാണുന്നുള്ളൂ. അത്തരത്തിൽ ഉള്ള ഒരു പാർട്ടിയുടെ നേതാവ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് വലിയ ഗുരുതരമായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. കാരണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഇത് എന്നുള്ളതാണ്. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു, കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് ഒരു 30 മിനിറ്റിന് ശേഷം ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വലിയ ആരോപണങ്ങൾ പറയുന്നു. അതാണ് ഇപ്പോൾ AP അനിൽകുമാർ തള്ളിക്കളഞ്ഞത്. കാരണം അത് അടിസ്ഥാനരഹിതമാണ്. യാതൊരു തെളിവുകളുമില്ലാതെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അത് അത്ര ലളിതമായി കാണുന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് UDF പ്രവേശനം കാത്തു നിൽക്കുന്ന PV അൻവറും അദ്ദേഹത്തിൻ്റെ പാർട്ടി തൃണമൂൽ കോൺഗ്രസിനും UDFിലേക്കുള്ള വരവ് അത്ര എളുപ്പമാകില്ല എന്ന് തന്നെ വേണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും കരുതാൻ. ഒരു കാരണവശാലും ഈ PV അൻവറുമായി യോജിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം ഒരു നിർണായക ഘട്ടമാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് PV അൻവറുമായി കൂടിയാലോചനകളും പിണക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിലെ ഒരു വിഭാഗം എത്തുന്നത്. പക്ഷേ പല മുതിർന്ന നേതാക്കന്മാരും ഈ കാര്യത്തിൽ PV അൻവറിൻ്റെ ഈ നിലപാടിൽ നേരത്തെ തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥാനാർത്ഥി ആരാവണമെന്ന് വരെ PV അൻവർ നിശ്ചയിക്കുന്ന സാഹചര്യം, അത് വലിയ എതിർപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ അൻവർ പറഞ്ഞൊരു സ്ഥാനാർത്ഥി അല്ല കോൺഗ്രസ് പ്രഖ്യാപിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെതിരെയും രംഗത്ത് വന്നു. ആ രംഗത്ത് വന്നാണ് ഇന്നലെ കണ്ടത്. അത് ഒരു തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മുന്നണിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ നേതാവോ അല്ല ഈ PV അൻവർ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വിലയിരുത്തുന്നത്. അത് തന്നെയാണ് AP അനിൽകുമാറിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഓക്കെ ശാന്തകുമാർ, അപ്പോൾ AP അനിൽകുമാറിൻ്റെ ഈ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള നിലമ്പൂരിൽ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ളത് AP അനിൽകുമാറിനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. PV അൻവറിൻ്റെ നിലപാടിൽ ഒരിടത്ത് അതൃപ്തി പുകയുന്നു, മറ്റൊരിടത്ത് അൻവർ നിലപാട് പുനഃപരിശോധിക്കും, അൻവർ പാർട്ടിയിലേക്ക് എത്തും, അൻവർ UDFിനെ പിന്തുണയ്ക്കുമെന്ന വാദങ്ങൾ ഉയരുന്നു.